കായപ്പോളം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 3 പഴം, 3 മുട്ട, കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരി, ഒരു 5 ഏലക്കായ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, 1/4 കപ്പ് പഞ്ചസാര. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് പഴം ഒന്ന് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി പഴം ഒന്ന് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കട്ടെ. ഇതുപോലെ ഇങ്ങനെ 4ആയിട്ടാണ് കഷ്ണങ്ങളാക്കി എടുക്കേണ്ടത്. 4ആക്കി കീറി പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് പഴം. മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. പഴം മുഴുവനായും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം. ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ. അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി വറുത്ത് കിട്ടിയിട്ട് നമുക്ക് പഴയതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്ന് മൂത്ത് വരട്ടെ അണ്ടിപ്പരിപ്പും മുന്തിരി. നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നെയ്യിന്ന് കോരി മാറ്റാം. അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ നെയ്യിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം നന്നായി വാടി വരട്ടെ. പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് പഴം ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ പഴമൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പഴം നമ്മൾ പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 3 മുട്ടയും പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതാണ്. ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. പാലാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു പിഞ്ച് ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ എടുത്ത് വെച്ച ഏലക്കായ്, 1/4 കപ്പ് പഞ്ചസാര. നമ്മളിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. നമ്മുടെ പഴത്തിലേക്കുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ ഇതിലേക്ക് ചേർത്തെടുക്കാം. ഈ പഴയ ഇതിലേക്ക് ചേർത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളൊരു പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അടച്ചെടുക്കുക. ഗ്യാസ് ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ കായപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായി വെച്ചെടുക്കുകയാണ്. ഗ്യാസ് സിമ്മിലിടാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം വളരെ കുറഞ്ഞ തീയിൽ മാത്രമേ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കായപ്പോൾ അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പരന്ന ഫ്രൈ പാനിൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ പരന്നിട്ട് കട്ടി കുറവായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇഷ്ടപ്പെട്ട ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.